കൊല്ലത്തെ വിവരങ്ങൾ നൽകാനായി ലിജോ റോൺസ് കൂടി ചേരുന്നുണ്ട്. ലിജോ, അവിടെ വോട്ടിംഗ് പൂർത്തിയായോ? കൊല്ലം കോർപ്പറേഷനിൽ മേയറെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ആദ്യഘട്ട വോട്ടിംഗ് പൂർത്തിയായിട്ടുണ്ട്. കാര്യം 56 കൗൺസിലിൽ കേവല ഭൂരിപക്ഷം ഒരു മുന്നണിക്കും ഇല്ലാത്തത് കൊണ്ടാണ് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച AK ഹഫീസിന് 28 വോട്ടും LDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച രാജേന്ദ്രന് 16 വോട്ടും NDA സ്ഥാനാർത്ഥി ഗിരീഷിന് 12 വോട്ടുമാണ് ലഭിച്ചത്. ഇപ്പോൾ രണ്ടാം ഘട്ട വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലുള്ളത് UDF LDF സ്ഥാനാർത്ഥികൾ മാത്രമാണ്. ഈ നേരത്തെ സനൂപ് പറഞ്ഞതുപോലെ തന്നെ 56 അംഗത്തിൽ 29 കൗൺസിലർമാരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കേവല ഭൂരിപക്ഷവും പകുതിയിലധികമുള്ള ഒരു വോട്ട് ലഭിക്കുകയുള്ളൂ. ആ ഒരു സാഹചര്യം കൊല്ലത്തില്ലാത്തത് കൊണ്ടാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും SDPI അംഗത്തിന്റെ, നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ തന്നെ SDPI അംഗത്തിന്റെ പിന്തുണ UDFന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നതോടുകൂടെ UDFിൽ നിന്നുള്ള INTUC ജില്ലാ അധ്യക്ഷനായിട്ടുള്ള AK ഹഫീസ് മേയറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും. അമൃത. ശരി, കൊല്ലം കോർപ്പറേഷനിൽ ഇപ്പോൾ രണ്ടാം റൗണ്ട് വോട്ടെടുപ്പ് നടക്കുകയാണ്. ആദ്യ റൗണ്ടിൽ UDFന് 28ഉം LDFന് 16ഉം NDAക്ക് 12 വോട്ടുകളാണ് ലഭിച്ചത്. ഇപ്പോൾ രണ്ടാം റൗണ്ടിലേക്ക് UDF LDF സ്ഥാനാർത്ഥികൾ കടന്നിട്ടുണ്ട്. അവിടെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഒരു മാല വെച്ച് ബാക്കി എല്ലാം എടുത്തോ മോളെ. ഒരു ഷോളും ഒരു മാല. കണ്ണൂരിലും തൃശ്ശൂരിലും മേയർ സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്കൊരു വശത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരം നൽകി സന്തോഷം പങ്കുവെക്കുകയാണ് നേതാക്കളെല്ലാം തന്നെ. വീണ്ടും